സെറിബ്രൽ പാൾസി ചികിത്സയ്ക്ക് സംബന്ധിച്ച് ഡോക്ടർമാർക്കുള്ള പരിശീലന പരിപാടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നു. ഓർത്തോപീഡിക്സ് വിഭാഗവും വളാഞ്ചേരി VKM സ്പെഷ്യൽ സ്കൂളും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജീത് കുമാർ ഉദ്ഘാടനം ചെയ്തു. സെറിബ്രൽ പാൾസി അപ്ഡേറ്റ് എന്ന പേരിലാണ് ഡോക്ടർമാർക്കുള്ള പരിശീലന പരിപാടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നത്. വിവിധ വകുപ്പുകളിലെ ഡോക്ടർമാർ പങ്കെടുത്തു. ഡോക്ടർ TP അഷ്റഫ്, ഡോക്ടർ ദിവ്യ KP, ഡോക്ടർ രാജു കരുപ്പാൽ, ഡോക്ടർ ഷഹദാദ്, ധന്യായം എന്നിവർ വിവിധ സെഷനുകൾ നയിച്ചു. തുടർന്ന് നടന്ന പാനൽ ഡിസ്കഷനിൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗവും വളാഞ്ചേരി VKM സ്പെഷ്യൽ സ്കൂളും സംയുക്തമായാണ് സെറിബ്രൽ പാൾസിയെക്കുറിച്ച് വൈദ്യശാസ്ത്ര തുടർ വിദ്യാഭ്യാസ പരിപാടി സംഘടിപ്പിച്ചത്. ഡോക്ടർ രാജു കരുപ്പാൽ വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള ഈ ചികിത്സയുടെ ഭാഗമായി ഇതിൽ 100% കുട്ടികളും പരസഹായമില്ലാതെയോ അല്ലെങ്കിൽ ചെറിയ സപ്പോർട്ടോടു കൂടിയോ അവർക്ക് നടക്കാൻ കഴിയുന്നു. അവരൊരു ഡൊമസ്റ്റിക്കലി ആംബുലൻറ്റും കമ്മ്യൂണിറ്റി ആംബുലൻറ്റും അല്ലെങ്കിൽ ചിലരൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുമായി മാറാൻ സാധിച്ചു എന്നുള്ളത് ആ കുട്ടികൾക്കും ആ കുടുംബത്തിനും മാത്രമല്ല ഞങ്ങൾക്കും കൂടി അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. വളാഞ്ചേരി VKM സ്പെഷ്യൽ സ്കൂൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗവുമായി സഹകരിച്ച് കഴിഞ്ഞ 22 വർഷത്തിനുള്ളിൽ 1078 കുട്ടികളെ സ്വന്തമായോ ചെറിയ സഹായത്തോലോ നടത്താൻ കഴിഞ്ഞു. 459 പേർക്ക് കറക്റ്റീവ് സർജറി, 468 കുട്ടികൾക്ക് ബോട്ടുലിനം ടോക്സിൻ ടൈപ്പ് A ഇഞ്ചക്ഷൻ എന്നിവ നൽകി. ഫിസിയോതെറാപ്പി വഴി മാത്രം 151 പേർക്ക് സാധാരണ ചലനം സാധ്യമായിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.